അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പോകുന്നത് പല വിശ്വാസികളുടെയും മനസ്സിലുള്ള ഒരു വലിയ സംശയം കുറിച്ചാണ്. ഞാൻ ദിക്ർ പറയുന്നുണ്ട്, നാവിൽ അല്ലാഹുവിൻ്റെ നാമങ്ങൾ, പക്ഷേ ഹൃദയം ശൂന്യം. എങ്ങനെയാ ദിക്ർ നാവിനും ഹൃദയത്തിലും ഒരുമിച്ച് ജീവിക്കും? 1. നാവ് ദിക്ർ പറയുന്നു, ഹൃദയം ശൂന്യം. ചിന്തിച്ചു നോക്കൂ. കയ്യിൽ തസ്ബീഹ്, നാവ് സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നു. പക്ഷെ ഉള്ളിൽ മൊബൈൽ, ബിസിനസ്, വീട്ടിലെ പ്രശ്നങ്ങൾ, പഴയ മുറിവുകൾ, ഭാവിയുടെ ഭയം എല്ലാം ചുറ്റിത്തിരിയുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ദൃശ്യം ഭക്തിപൂർണം, പക്ഷെ ഉള്ളിലൊരു പൊള്ള. പിന്നെ മനസ്സിൽ ചോദ്യമുയരും, ഇത് ശരിക്കും അല്ലാഹുവിലേക്കെത്തുന്ന ദിക്റാണോ, അല്ലെങ്കിൽ വെറും ശീലമായി തിരിയുന്ന മണിയാടം മാത്രമോ? ഖുർആൻ നമ്മോട് പറയുന്നു, അല്ലാഹുവിൻ്റെ സ്മരണയിലാണ് ഹൃദയങ്ങൾക്ക് സാന്ത്വനം. ഹൃദയം ഇപ്പോഴും അസ്വസ്ഥം, ഉത്കണ്ഠ, രോഷം എന്നിവ നിറഞ്ഞതാണെങ്കിൽ ദിക്റിൽ എവിടെയോ കണക്ഷൻ ലൂസായെന്നർത്ഥം. ദിക്ർ ഒരു ഔപചാരിക റൂട്ടീനല്ല, അത് ജീവന്റെ ലൈഫ് ലൈനാണ്. ഇരുട്ടിൽ ലൈറ്റ് ഓണാക്കുന്ന അനുഭവം പോലെ. 2. മെക്കാനിക്കൽ ദിക്ർ മുതൽ ഹൃദയ ദിക്ർ വരെ. ഒരു യുവാവിനെ ചിന്തിക്കൂ. ദിവസവും നമസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാ, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ എല്ലാം പൂർണ്ണമായി പറയുന്നു. പക്ഷെ മനസ്സ് വാട്സപ്പ്, EMI, പ്രശ്നങ്ങൾ എല്ലാം കൂടെയുണ്ട്. ഒരു ദിവസം മസ്ജിദിലെ ഒരു മൂത്തയാള് ചോദിക്കുന്നു, മോനെ, എണ്ണം പൂർത്തിയാക്കിയ ദിക്ർ മതിയോ, അല്ലെങ്കിൽ ഓരോ സുബ്ഹാനല്ലാഹിലും നിന്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചെല്ലാം അറിയുന്ന ഒരു രക്ഷിതാവുണ്ട് എന്ന വിശ്വാസം നിറയുന്നതാണോ കൂടുതൽ വിലപ്പെട്ടത്? അവന്റെ ജീവിതം മാറ്റിയത് ഈ ചോദ്യം തന്നെയാണ്. ഇങ്ങനെ ഒരു സത്യം അവൻ തിരിച്ചറിഞ്ഞു. ദിക്ർ വേഗത്തിൽ പൂർത്തിയാക്കുന്നതല്ല കാര്യമായത്, മനസ്സോടെ, ബോധത്തോടെ പറയുന്നതാണ് പ്രധാനപ്പെട്ടത്. ഹൃദയനാവിന്റെ ബന്ധത്തിനുള്ള ആദ്യപടി. ദിക്ർ തുടങ്ങുന്നതിന് മുൻപ് 1 മിനിറ്റ് മാത്രം മന്ദഗതിയിലാക്കാൻ ശ്രമിക്കുക. മൊബൈൽ സൈലന്റാക്കുക, ശരീരം കംഫർട്ടബിളായി ഇരുത്തുക, 2-3 ആഴമുള്ള ശ്വാസമെടുക്കുക. പിന്നെ നാവിൽ അല്ലാഹു എന്ന് തുടങ്ങുന്നതിന് മുൻപ് മനസ്സിനോട് ചോദിക്കുക, ഇപ്പോൾ ഞാൻ ആരെയാണ് സ്മരിക്കാനിരിക്കുന്നത്? എന്റെ പാഴ്വഴികളും ഭാവിയും എന്റെ കണ്ണുനീരുകളും എല്ലാം അറിയുന്ന, എന്നെ അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന റബ്ബിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത് എന്ന ഈ ബോധം ഹൃദയത്തിൽ വന്ന ശേഷം ഒരിക്കൽ അല്ലാഹു എന്ന് പറയുന്നത് ധാരണയില്ലാതെ 100 തവണ പറയുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയത്തെ മാറ്റും. ചില വിശ്വാസികളെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, അല്ലാഹുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ അവരുടെ ഹൃദയം വിറങ്ങലിക്കും. അതാണ് ഈ അവസ്ഥ. 5. ഇസ്തിഗ്ഫാർ. ഹൃദയം വൃത്തിയാക്കുന്ന കിടിലൻ തുടക്കം. ഹൃദയം ഒരു പാത്രം പോലെ. പാപങ്ങളുടെ പൊടി, അശ്രദ്ധ, ദുനിയാവിൻ്റെ അമിത സ്നേഹം എല്ലാം ചേർന്ന് അതിൻ്റെ ഉള്ളിലൊരു കറുത്ത പാളി ഉണ്ടാക്കുന്നു. ഈ പാളി വാറിയില്ലെങ്കിൽ അല്ലാഹു എന്ന വിളി അകത്ത് ആഴത്തിൽ പോകാൻ പ്രയാസമാണ്. അതുകൊണ്ട് ദിക്ർ തുടങ്ങുന്നതിന് മുൻപ് 10 തവണയെങ്കിലും നിരാലംബമായി അസ്തഗ്ഫിറുല്ലാ എന്ന് പറയാനൊരു ശീലമുണ്ടാക്കുക. കഴിഞ്ഞ ദിവസത്തിലെ തെറ്റുകൾ, മാതാപിതാക്കൾക്ക് മറുപടി പറഞ്ഞത്, നിസ്കാരത്തിലെ അശ്രദ്ധ, കണ്ണുകൾ കണ്ട ഹറാമ് എല്ലാം ഓർത്ത് റബ്ബേ, എന്റെ ഹൃദയത്തിലെ പാപക്കരകൾ നീ നീക്കിത്തരണമേ എന്ന് മനസ്സോടെ പറയുക. ഇതോടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുന്നു. ശുദ്ധമായ മണ്ണിൽ വിത്തു വീഴും പോലെ ഇസ്തിഗ്ഫാറിന് ശേഷം വരുന്ന ദിക്ർ ഹൃദയത്തിൽ വേരോടും. 5. അർത്ഥമറിയാത്ത ദിക്ർ, ശബ്ദമാത്രം. നിങ്ങൾക്ക് ഭാഷ അറിഞ്ഞിട്ടില്ലാത്തൊരു ഭാഷയിൽ ആരെങ്കിലും 100 തവണ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അത്ര തൊടില്ല. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഒരിക്കൽ പറഞ്ഞാൽ അത്രമേൽ ഹൃദയം തൊടും. ദിക്ർ അതുപോലെ തന്നെയാണ്. സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 1000 തവണ പറഞ്ഞാലും അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പലപ്പോഴും ശബ്ദമായി മാത്രം പോകും. ചുരുക്കത്തിലോർക്കാം, സുബ്ഹാനല്ലാ, എന്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയാത്ത യാതൊരു കുറവും അല്ലാഹുവിലില്ല. അൽഹംദുലില്ലാ, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ സമ്മാനം. അല്ലാഹു അക്ബർ, എന്റെ പ്രശ്നങ്ങളിലും ശത്രുക്കളിലും ഈ ലോകമൊട്ടാകെയിലും വലിയവൻ അല്ലാഹു തന്നെയാണ്. ഈ അർത്ഥം മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തവണയും പറഞ്ഞു നോക്കൂ, ഹൃദയം സ്വാഭാവികമായി നർമ്മമായി മാറും. 6. ഇരുട്ടിലെ ദിക്ർ. യൂനുസ് നബിയുടെ പാഠം. കടലിന്റെ ഇരുട്ടിൽ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ യൂനുസ് നബി അലൈഹിസ്സലാം നടത്തിയ ദിക്ർ, നീയല്ലാതെ ആരാധനയ്ക്കർഹനില്ല, നീ പരിശുദ്ധൻ,
തീർച്ചയായും അക്രമികളിൽ ഞാൻ തന്നെയാണ് എന്ന സാരമുള്ള വിളി വെറും വായ്പോക്കല്ലായിരുന്നു. അവർ തങ്ങളുടെ തെറ്റ് സമ്മതിച്ചു, അല്ലാഹുവിന്റെ മഹത്വം വാഴ്ത്തി, തന്റെ പൂർണ്ണ നിസ്സഹായത ബോധിച്ചു. ആ ഹൃദയാവസ്ഥയിലാണ് ദിക്ർ ഉയർന്നത്. അതിന്റെ ഫലമായി അല്ലാഹു അദ്ദേഹത്തെ അസൂയപ്പിക്കുന്ന വിധത്തിൽ രക്ഷിച്ചു. നമ്മളും പലപ്പോഴും മത്സ്യവയറ്റിൽ കുടുങ്ങുന്ന പോലെ ആയുസ്സിലെ സ്ഥിതികളിലൂടെയാണ് പോകുന്നത്. കടം, രോഗം, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക ഇരുട്ടുകൾ. അപ്പോൾ യൂനുസ് നബിയുടെ പോലെ ഹൃദയം തകർന്നുകൊണ്ട് റബ്ബേ, തെറ്റുപറ്റിയത് എനിക്കാണ്, കരുണയും ശക്തിയും നിന്റേത് എന്ന് ദിക്ർ പറയുമ്പോൾ ആ ദിക്ർ ആകാശത്തിന്റെ വാതിൽ തട്ടും. 7. ദിക്ർ ജീവിതത്തിന്റെ എല്ലാ സീനുകളിലും. ദിക്ർ നിസ്കാരപ്പായിൽ മാത്രം നടക്കുന്ന ഒരു ഇബാദത്തല്ല. അപകടത്തിൽ നിന്ന് നിസാരമായി രക്ഷപ്പെട്ടപ്പോഴുള്ള അൽഹംദുലില്ലാ, മനോഹരമായൊരു കാഴ്ച കണ്ടപ്പോഴുള്ള സുബ്ഹാനല്ലാ, വലിയൊരു തീരുമാനത്തിനു മുന്നിലെ തവക്കൽതു അലല്ലാ, ഇതൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള ജീവിച്ചിരിക്കുന്ന ദിക്റാണ്. നമ്മൾ ചെയ്യുന്ന സ്ഥിരം പ്രവർത്തനങ്ങളോടൊപ്പം ദിക്ർ ബന്ധിപ്പിക്കാം. വാതിൽ പൂട്ടുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ, വാഹനത്തിൽ കയറുമ്പോൾ യാത്രാ ദിക്ർ, പടി കയറുമ്പോൾ അല്ലാഹു അക്ബർ, ഇറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാ. ഇങ്ങനെ ശീലമാക്കിയാൽ ജീവിതം മുഴുവൻ ഒരു വലിയ ദിക്ർ സർക്കിളായി മാറും. 8. അസ്മാഉൽ ഹുസ്ന. അല്ലാഹുവിന്റെ 99 മനോഹര നാമങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ വിവിധ പൂട്ടുകൾ തുറക്കുന്ന 99 താക്കോൽ പോലെയാണ്. പണം സംബന്ധമായ കുഴപ്പങ്ങളിൽ യാ റസ്സാഖ്, യാ ഫത്താഹ് എന്ന് വിളിക്കുമ്പോൾ ഹൃദയത്തിലൊരു പ്രതീക്ഷയുയരും, എന്റെ റബ്ബ് തന്നെയാണ് എല്ലാ വഴികളും തുറക്കാൻ കഴിയുന്നവൻ. പാപബോധത്തിൽ നൊന്തു നിൽക്കുമ്പോൾ യാ ഗഫൂർ, യാ തവ്വാബ്, ഏകാന്തതയിൽ യാ വലിയ്, യാ വക്കീൽ എന്ന് വിളിച്ചാൽ ദിക്ർ ഒരു തലോടൽ പോലെ മനസ്സിൽ അടർന്നു നിൽക്കും. വെറും ശബ്ദമല്ല, ഒരു സംഭാഷണം. ഒരിക്കലൊരു സഹാബിയെ കൊള്ളക്കാരൻ വഴിയിൽ തടഞ്ഞു. സാധനങ്ങൾക്കും ജീവനും ഭീഷണി നേരിടേണ്ടി വന്നു. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ ഹൃദയം തകർന്ന് യാ വദൂദ് എന്ന് പ്രാർത്ഥിച്ചു. ആ ഹൃദയ ദിക്ർ കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ അത്ഭുതകരമായി രക്ഷിച്ചു എന്ന റിവായത്തുകളിൽ വരുന്നു. അല്ലാഹു ഇന്നും അതേ വദൂദ്, അതേ സ്നേഹനിധി തന്നെയാണ്. 9. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉള്ളിലെ വിഗ്രഹങ്ങൾ തകർക്കുന്ന ദിക്ർ. ഏറ്റവും മഹത്തായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്നു പറയുമ്പോൾ പണം, പദവി, അഹങ്കാരം, ദുനിയാവിന്റെ ആരാധന എല്ലാം ഹൃദയത്തിൽ നിന്ന് തല്ലിക്കളയുന്ന അവബോധം കൊണ്ടിരിക്കുക. ഇല്ലല്ലാ എന്നു പറയുമ്പോൾ ശൂന്യമായ ആ ഹൃദയത്തിൽ ഏകാധിപതിയായി അല്ലാഹുവിനെ മാത്രം സ്ഥാപിക്കുന്ന ധാരണയോടെ പറയുക. ഇങ്ങനെ മനസ്സോടെ ചൊല്ലിയാൽ ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ഉള്ളിലെ വിഗ്രഹങ്ങളെ ഒന്നൊന്ന് തകർക്കുന്ന വലിയൊരു പ്രഹരമായിരിക്കും. 10. മടുപ്പും ചിതറലും വന്നാൽ എനിക്ക് ഏകാഗ്രതയില്ല, മനസ്സ് തെന്നിപ്പോകുന്നു എന്ന പരാതിയുണ്ട് എങ്കിൽ ശബ്ദം വളരെ ഉയർത്താതെ സ്വന്തം ചെവിക്ക് വ്യക്തമായി കേൾക്കാവുന്ന രീതിയിൽ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കുക. നാവ് ചലിക്കുന്നതും ചെവി കേൾക്കുന്നതും ഒരേ സമയം നടക്കുമ്പോൾ മനസ്സ് കൂടുതൽ പിടിച്ചു നിർത്താൻ കഴിയും. ഏകാഗ്രതയില്ലാത്ത ദിക്ർ പോലും ദിക്റില്ലാത്ത അവസ്ഥയേക്കാൾ ഉയർന്നതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. തുടക്കത്തിൽ നാവ് മാത്രം അനങ്ങട്ടെ, പതിയെ അത് ഉറങ്ങിക്കിടക്കുന്ന ഹൃദയത്തെ ഉണർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമോർത്ത് സ്വലാത്ത് ചൊല്ലുക. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ഹൃദയം മൃദുവാക്കാൻ അതിലൂടെ വേഗത്തിൽ സാധിക്കും. നാളെ എന്നിടത്ത് നമ്മെക്കായി കരഞ്ഞ അദ്ദേഹത്തെ ഓർത്ത് സ്നേഹത്തോടെ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ അല്ലാഹുവിലേക്കുള്ള അകലം വളരെയധികം കുറയുന്നു. 11. തിരക്കേറിയ ജീവിതത്തിന് ഒരു ലളിത പ്ലാൻ. ദിവസം മുഴുവൻ തിരക്കിനിടയിൽ പോലും ദിക്ർ സ്ഥിരമാക്കാൻ ചെറിയ 3 തീരുമാനങ്ങൾ മതി. ദിവസവും 2 സമയം, ഫജ്ർ കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും 5 മിനിറ്റ് മൊബൈൽ കൂടാതെ ഇരുന്ന് 100 തവണ അസ്തഗ്ഫിറുല്ലാഹിയും കുറഞ്ഞത് 100 സ്വലാത്തും. ചെറിയ ഏത് സന്തോഷത്തിലും തണുത്ത വെള്ളം, ശുദ്ധവായു, കുട്ടിയുടെ ചിരി എന്നിവയിൽ മനസ്സോടെ അൽഹംദുലില്ലാഹ് പറയുന്ന ശീലം. ഉറങ്ങുന്നതിനു മുൻപ് ഇന്ന് ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചോ, റബ്ബേ ഇന്നു പറ്റിയ തെറ്റുകൾ നീ പൊറുത്തേണമേ എന്ന് ഹൃദയത്തോട് പറഞ്ഞു കിടക്കുക. ഇതുപോലെ 30 ദിവസം തുടർച്ചയായി ചെയ്താൽ മുഖത്ത് ഒരു 100 നിറവും ഹൃദയത്തിൽ മുൻപ് അനുഭവിക്കാത്ത ശാന്തിയും കാണുന്നുണ്ടാവും. അത് ദിക്റിന്റെ ഫലം തന്നെയാണ്. 12. അവസാന വിളി. അല്ലാഹു കാത്തിരിക്കുന്നു. അല്ലാഹു പറയുന്നു, എന്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നുവോ ഞാൻ അവന് ചൊല്ലി അങ്ങനെ തന്നെയാണ്. അവൻ എന്നെ ഓർത്താൽ ഞാനും അവനെ ഓർക്കും. അവൻ എന്നിലേക്ക് ഒരു ചാണടുക്കുകയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. അവൻ നടന്നുവരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിവരും. ലോകം മുഴുവൻ നമ്മെ മറന്നാലും നാം ഒന്ന് അവന്റെ അടുക്കൽ തിരിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് ഓടിവരുന്ന ഒരു റബ്ബ് നമുക്കുണ്ട്. അതാണ് ദിക്റിന്റെ ആത്മാവ്. ഇപ്പോൾ തന്നെ നാവ് നനയട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ,
ഹൃദയം കുളിർക്കട്ടെ. ഈ വാക്കുകൾ ആദ്യം സ്വന്തം നെഫ്സിനോടുള്ള ഉപദേശവും പിന്നെ നിന്നോടുള്ള സ്നേഹപൂർവമായ ഓർമ്മപ്പെടുത്തലുമാണ്. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ അവന്റെ സ്മരണ കൊണ്ട് ജീവനോടെ നിർത്തട്ടെ. ആമീൻ.